പ്രതിരോധ രംഗത്ത് കുതിക്കുകയാണ് നമ്മൾ. വേഗവും കരുത്തും കൂട്ടാനിതാ MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ കൂടി. യുദ്ധമുഖത്ത് പൈലറ്റുമാർക്ക് ഒരു സ്വപ്നയന്ത്രം. മണിക്കൂറിൽ 267 കിലോമീറ്റർ വേഗം, ഒറ്റപ്പറക്കലിൽ 834 കിലോമീറ്റർ വരെ ദൂരം. പോർമുഖത്ത് ഒരു വണ്ടിനെ പോലെ പറന്നിറങ്ങാനാകുന്ന രൂപകൽപ്പന. കാണാൻ കുഞ്ഞനെങ്കിലും വഹിക്കുന്നത് വൻ ആയുധശേഖരം. ടോർപിഡോ, മെഷീൻ ഗൺ, മിസൈലുകൾ എല്ലാം ഇവിടെ കരുതലിനുണ്ട്. കടലിനടിയിലൂടെ പോലും ശത്രുവിൻ്റെ അന്തർവാഹിനി തകർക്കാനുള്ള പ്രഹരശേഷി. ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മിസൈലുകളെ പോലും വഴിതിരിച്ചു വിടാൻ കെൽപ്പുള്ള അമേരിക്കൻ കരുത്ത്. മലയാളിയായിട്ട് MH-60 അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ ഐ എം വെരി പ്രൗഡ്. ഇത്രയും കുറച്ച് സ്പേസ് ലിമിറ്റേഷൻ ഉണ്ടായിട്ടും എല്ലാ വെപ്പൺ ഫിറ്റ്മെൻറ്റ്സും എല്ലാ സെൻസർ ഫിറ്റ്മെൻറ്റ്സും ഒക്കെ കൊലാബറേറ്റ് ആയ ഒരു ഫ്ലൈയിങ് ഡിസ്ട്രോയർ തന്നെയാണ് ഈ MH-60 എയർക്രാഫ്റ്റ്. അമേരിക്കൻ ടെക്നോളജി യൂസ് ചെയ്ത് അതിൽ ഇന്ത്യൻ ടെക്നോളജി ആഡ് ചെയ്ത് അത് എൻഹാൻസ് ചെയ്ത് അതിനെ അമേരിക്കയെക്കാട്ടിലും ബെറ്റർ ആക്കാനാണ് നമ്മുടെ തീരുമാനം. പ്രഗത്ഭനായ ഈ വിദേശിയെ ആത്മനിർഭർ ഭാരതിലൂടെ സ്വദേശിയാക്കുകയാണ് നമ്മുടെ സേന. നമ്മൾ ഇതിൻ്റെ ഇൻറ്റഗ്രൽ ട്രയൽസ് ആൻഡ് ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു ഇന്ത്യൻ നേവൽ ഫ്ലീറ്റിനൊപ്പം. നൗ വി ആർ ഫുള്ളി റെഡി ടു ഗോ അഹെഡ് ആൻഡ് എംബാർക്ക് എനി ഷിപ്പ് ആൻഡ് ഡു വാട്ട് എവർ ദ ചാലഞ്ചസ് അറ്റ് സീ ദാറ്റ് ഇസ് ത്രോൺ ടു അസ്. ഐ എം വെരി ഹാപ്പി. നമ്മുടെ ഈ കൊച്ചിയിൽ ഇത് കമ്മീഷൻ ആവുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു മൾട്ടി മിഷൻ ഹെലികോപ്റ്റർ എന്നെ കൊണ്ട് ഫ്ലൈ ചെയ്യാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ലോകത്താകെ 6 രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള MH-60 ഹെലികോപ്റ്റർ അതിനെ അത് മാത്രമായി ഉൾക്കൊള്ളാതെ കരുത്തുറ്റ ഇന്ത്യൻ നിർമ്മിതിയാക്കുന്നു. It was a proud privilege for me when I got selected in this helicopter. Then I underwent 6 months of training for this specific type of helicopter. ഒന്നിന് 500 കോടി രൂപ വില വരുന്ന 24 ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമാവുകയാണ്. അതിൽ 6 എണ്ണം കൊച്ചി ആസ്ഥാനത്തേക്കും. ഏത് മിസൈലിനെയും നിഷ്പ്രഭമാക്കുന്ന, ശത്രുവിന്റെ ഏത് കരുത്തുറ്റ കപ്പലിനെയും കടലിൽ ചാമ്പലാക്കുന്ന MH-60 ഹെലികോപ്റ്ററുകൾ. ആകാശത്തും കടലിലും കരയിലും കരുത്തുറ്റ പോർമുഖം തീർക്കുന്ന ഈ കാണുന്ന ഹെലികോപ്റ്ററുകൾ 24 എണ്ണമാണ് ഇന്ത്യയുടെ INS ഗരുഡയിലേക്ക് പറന്നിറങ്ങാൻ ഒരുങ്ങുന്നത്. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം ആദിത്യരാമൻകുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.